നമസ്കാരം. എൻ്റെ പേര് നോജിൻ. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എന്നാലും ഞാൻ ക്രിസ്തുവിനേക്കാളും കൂടുതലായി സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ആരായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടാവും. വേറെ ആരുമല്ല, ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് രക്ഷകനായി അയച്ച സ്വർഗസ്ഥനായ പിതാവിന് തന്നെ, വേറെ ആരെയല്ല. നമ്മൾ പഠിക്കുന്നുണ്ട് ത്രിത്വേക ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ട്രിനിറ്റി എന്ന് പറയും. ത്രിത്വേകം. ദൈവം മൂന്നാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ, പരിശുദ്ധ ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ, ദാവീദ്, പഴയ നിയമത്തിലെ ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. അവൻ്റെ സഹോദരങ്ങളെ യുദ്ധത്തിന് അയക്കുമ്പോൾ അവൻ ആട്ടിടയനായിരുന്നു. ആടുകളെ നോക്കുകയായിരുന്നു. ആടുകളെ മറ്റാൾക്കാർക്ക് നോക്കാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവൻ്റെ അപ്പൻ ദാവീദിൻ്റെ പിതാവ് പറഞ്ഞതുപോലെ സഹോദരങ്ങളുടെ സുഖവിവരങ്ങൾ അറിയാൻ വേണ്ടി പോയി. ആ പോകുന്ന സമയത്ത് നമുക്കറിയാം, 1 സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിലാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ദാവീദ് സഹോദരങ്ങളുടെ അടുത്തെത്തി അന്വേഷിക്കുന്നു. അവർക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോഴാണ് ഗോലിയാത്ത്, ഫിലിസ്തീനായ ഒരു മല്ലനാണ് ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തോട്, ദൈവജനത്തോട് വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും, നിങ്ങളിൽ ഒരാൾ എന്നോട് വന്ന് മല്ലിടുക, ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഗോലിയാത്തിൻ്റെ സവിശേഷത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ഭയങ്കര മല്ലനായിരുന്നു. അവൻ്റെ ഉയരവും അവൻ എല്ലാവരെക്കാളും മല്ലനായിരുന്നു. അപ്പം സാവൂളും മറ്റ് സൈനികരും എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ദാവീദ് ഇത് അറിയുന്നു. അപ്പം ദാവീദ് പറയുന്നുണ്ട്, സിംഹത്തിൻ്റെയും കരടിയുടെയും കൈകളിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്തീൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ആ ഒരു ആത്മവിശ്വാസത്തോടെ ആ ഫിലിസ്തീനെ നേരിടാനായിട്ട് തയ്യാറെടുക്കുന്നു. അതിനുശേഷം നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, ആ ഫിലിസ്തീനോട് മുന്നിൽ ചെന്ന് നിൽക്കുന്നു. അപ്പോൾ ആ ഫിലിസ്തീൻ, അതായത് ഗോലിയാത്ത് ദാവീദിനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാൻ ദാവീദ് പ്രാർത്ഥിച്ചതിന് ശേഷം കമണയിൽ ഒരു കല്ല് വെച്ച് ഗോലിയാത്തിൻ്റെ നെറ്റിത്തടത്തിലേക്ക് ആഞ്ഞ് എയ്യുന്നുണ്ട്. അപ്പം ആ ഒരൊറ്റ ഇതിൽ തന്നെ ഗോലിയാത്ത് നിലം പതിക്കുന്നു. അതിനുശേഷം ഗോലിയാത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ ഉപയോഗിച്ച് ഗോലിയാത്തിൻ്റെ തല ഇറക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ദാവീദ് ഉപയോഗിച്ച വാക്കാണ്, സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് എന്നാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ദൈവം. പഴയ നിയമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രിനിറ്റി ആയിട്ടല്ല അവിടെ പറയുന്നത്. കർത്താവ് എന്ന് പറയുന്നത് ഏക വാക്കാണ്. അതിനൊരു ഉദാഹരണം തരണമെങ്കിൽ ഞാൻ പറയാം. ഒരു മിനിറ്റ്, ഇപ്പോൾ പറയാം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ. ഓക്കെ, അത് നമുക്ക് കേട്ടു നോക്കാം.
ഫരിസേയർ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ്? അപ്പം ദാവീദിൻ്റെ എന്ന് അവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? അവൻ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. ദാവീദ് അവനെ കർത്താവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? ആ ചോദ്യം നമുക്ക് പ്രശസ്തമാണ്. അവനോട് ഉത്തരമായി ഒരു വാക്ക് പോലും പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കുവാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല. ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ദാവീദിൻ്റെ പുത്രൻ, നമ്മൾ പറയുന്നുണ്ട് ദാവീദിൻ്റെ പുത്രനാണ് യേശു എന്ന്. പക്ഷേ ദാവീദ് പോലും കർത്താവേ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് ആ പഴയ നിയമത്തിൽ ആ ഒരു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള ആ ഒരു ട്രിനിറ്റി ഒരു മറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പം അത് ഓപ്പൺ ആവുന്നുണ്ട്. ഇനി നമുക്കൊരു കാര്യം കൂടെ ഇതിൻ്റെ അകത്ത് പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിൻ്റെ അധികാരം. എന്താണ് ഇനി നമ്മൾ ചിന്തിക്കുമ്പം കുറച്ച് ലാഗൊക്കെ വരുന്നുണ്ടെന്ന് സഹിക്കണം കേട്ടോ, പ്ലീസ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈശോയ്ക്ക് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പം ഈശോയുടെ അനുയായികളാണ്, അതുകൊണ്ട് ക്രിസ്തുവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നൊന്നുമില്ല. നമ്മൾ ക്രിസ്തു പോലും പറയുന്നുണ്ട്, പിതാവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഓർത്ത് നോക്കാം. സ്വർഗസ്ഥനായ ഈശോ ആ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഈശോയെ ഉൾപ്പെടുത്തുന്ന പിതാവിനോടുള്ള പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ബാക്കി നിങ്ങൾക്ക് അറിയായിരിക്കും. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചോളണമേ, ആമേ. ഇതാണ് ഈശോ പഠിപ്പിച്ചതെന്ന പ്രാർത്ഥന. അവിടെ ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മളോട് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, പിതാവിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും എന്ന് പറയുന്നുണ്ട്. ഈശോ മാത്രമല്ല, നമ്മളെല്ലാവരും. അപ്പോൾ ഈശോ ദൈവപുത്രനാണ്. അതുപോലെ നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള രീതിയിലേക്ക് നമ്മളെ ഉയർത്തുന്നുണ്ട്. ആ ജന്മപാപം എന്നുള്ള ഇത് മാറ്റി നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കുന്നുണ്ട്, പിതാവായ ദൈവത്തിൻ്റെ മക്കളാക്കുന്നുണ്ട്. ഇനി യേശുവിൻ്റെ അധികാരം എന്താണ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് നോക്കാം. യേശു പറഞ്ഞു, അത് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളാട്ടോ. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ, അതായത് പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. ബാക്കി അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം വേറൊരു വാക്യം കൂടി ഞാൻ വായിക്കുകയാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകൾക്കുള്ളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അപ്പോൾ നമുക്ക് മനസ്സിലാകും പുത്രൻ്റെ അധികാരം എന്താണ് എന്ന്. ഞാനൊരിക്കലും
യേശുക്രിസ്തുവിനെ താത്തി പറഞ്ഞതല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം പിതാവ് കഴിഞ്ഞ പുത്രനാണെന്നും പുത്രൻ കഴിഞ്ഞ പരിശുദ്ധാത്മാവാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ് താനും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പിതാവിന് കൊടുക്കേണ്ട സ്ഥാനം ക്രിസ്ത്യാനികൾ മറന്നു പോകരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരാരും മനുഷ്യമക്കളാരും മറന്നു പോകരുത്. യഹൂദ ജനത, ഇസ്രായേൽ ജനത എടുത്തു നോക്കിയാൽ അവർക്ക് അവർ വിശ്വസിക്കുന്ന പിതാവായ ദൈവത്തിലാണ്. ക്രിസ്തു ഇനിയും വരാനിരിക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. യേശു വന്നതായിട്ട് അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പറയുന്നുണ്ട്, വിധിക്കാനുള്ള അധികാരം മനുഷ്യപുത്രനായതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിന് പെട്ടിട്ടുണ്ട്. അത് വിധിക്കാനായിട്ട്, അതായത് നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നന്മയാണോ തിന്മയാണോ എന്നൊക്കെ ചിന്തിച്ച് അതനുസരിച്ച് ജീവിക്കാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ കാണാനും പിതാവായ ദൈവത്തെ സ്വർഗത്തിൽ കാണാനും അങ്ങനെ നമ്മുടെ ജീവിത ലക്ഷ്യം നിറവേറുവാനും എല്ലാം സാധ്യമാകത്തക്ക വിധം നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹവും പുത്രനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ. പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോകളൊക്കെ ഇറക്കുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ തലമുറ ന്യൂജൻ, ഞാൻ ഉൾപ്പെടുന്ന തലമുറ യുവാക്കൾ വിശ്വാസത്തിൽ നിന്നും ഒത്തിരിയേറെ അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ കാണുന്നുണ്ട് കുറേ പേരുടെയൊക്കെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്ന ഒരു ചിന്തയാണ് ദൈവമില്ല, പിശാചില്ല, അതൊക്കെ അങ്ങനെയുള്ളൊരു അങ്ങനെ ഒരു ചിന്തയാണ് അവരുടെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം മനുഷ്യൻ്റെ മനസ്സിന് ചിന്തിക്കുന്നതിനപ്പുറത്താണ്. അപ്പം അതിനുള്ള വചനങ്ങളൊക്കെ നമ്മൾ ബൈബിൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ബൈബിൾ എന്ന് പറയുന്നത് ഒരു നിധിയാണ്, ജീവൻ്റെ ഗ്രന്ഥമാണ്. പരിശുദ്ധ ബൈബിൾ ജീവൻ്റെ ഗ്രന്ഥമാണ്. അപ്പം നമ്മൾ ആ ബൈബിൾ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പിടുത്തം കിട്ടും. പണ്ട് ജീവിച്ചിരുന്ന ദാവീദ്, അതുപോലെ തന്നെ പഴയ നിയമത്തിലെ ജോസഫ്, അതുപോലെ തന്നെ അങ്ങനെ പലരും, മോശ, അബ്രഹാം, അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നവർ. അപ്പോൾ അവർക്ക് ദൈവം അവരുടെ പാദം ഇടറാതിരിക്കാനായിട്ട് ദൈവം അവരുടെ കൈ പിടിച്ച് പോയിക്കൊണ്ടിരുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഒരു കരസ്പർശം നമ്മളിലും ഉണ്ടാകാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം. നമുക്ക് ഈ കാലഘട്ടത്തിലുള്ള ജീവിച്ചിരിക്കുന്നത് നമുക്കറിയില്ല യേശു വിധിയാളനായ ഏത് വർഷമാണ് വരുന്നതെന്നോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിധി ദിവസം എന്നാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എന്നായാലും നമ്മളുടെ ജീവിതം പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. നമ്മളെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക. അതിപ്പം നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്യുക, അല്ലെങ്കിൽ പൈസയായിട്ടെങ്കിൽ പൈസ, അങ്ങനെ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന അവർക്കൊരു സ്നേഹത്തിൻ്റെ ഒരു വാക്ക് കൊടുത്താൽ പോലും അതൊരു സഹായമാണ്. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം. പ്രത്യേകിച്ച് ഇനി വരുന്ന യൂത്ത്, അതായത് ഇപ്പോഴത്തെ യുവജനങ്ങളും ഇനി വരാൻ പോകുന്ന യുവജനങ്ങളെയും നമുക്ക് പ്രത്യേകം ദൈവത്തിൻ്റെ കൈകളിൽ സമർപ്പിക്കണം. കാരണം ഒത്തിരി പിടിയിൽ നിന്നും, അതായത് പൈശാചികമായ ഒത്തിരി പിടിയിൽ നിന്നും അവരെ മോചിപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അത്രയും സഹായം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എന്നാൽ നമുക്കെല്ലാവർക്കും ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ അമ്മയോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യാമറിയം നമ്മളെല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചവരുടമേ. ആമേൻ. നമ്മൾ ഏത് മതത്തിൽ ജനിക്കുന്നു എന്നുള്ളതിലല്ല, സത്യം അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ തിന്മ ചെയ്യാതിരിക്കുക. ഏത് മതത്തിലായാലും തിന്മ ചെയ്യാതെ ദൈവത്തോട്
ദൈവഭയം ഉണ്ടാകുക. ദൈവമുണ്ട്, ദൈവമുണ്ട്, ദൈവമുണ്ട്. കാരണം ദൈവമാണ് ഈ യൂണിവേഴ്സ്, അതായത് ഈ യൂണിവേഴ്സ് ഉണ്ടാക്കിയതും അതുപോലെ തന്നെ പരിപാലിക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം നോക്കുന്നതെല്ലാം നമ്മളെ ഇങ്ങോട്ട് അയച്ചതും എല്ലാം ദൈവമാണ്. അപ്പം ആ ദൈവത്തോട് നമുക്ക് വിശ്വസ്തരായിരിക്കാം. ജീവൻ്റെ കിരീടം നമുക്ക് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വെച്ച് എല്ലാവരെയും കാണാം പറ്റട്ടെ. അവിടെ നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ സന്തോഷിച്ച് ദൈവത്തിന് സ്തുതിഗീതങ്ങൾ പാടുന്ന രീതിയിൽ നമ്മളെല്ലാവരും ഉയരട്ടെ. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ ഭൂമിയിലെ നന്മകൾ ചെയ്തു തീർക്കാം. എല്ലാവരെയും പിതാവായ ദൈവം അനുഗ്രഹിക്കട്ടെ. പുത്രനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹായവും അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സഹായം നമുക്ക് പ്രത്യേകം അപേക്ഷിക്കാം. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ. താങ്ക് യു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം നോജിൻ വരികൻ. താങ്ക് യു.